ഷെയർ ഹോൾഡേഴ്സിന് സാലറി എടുക്കാൻ പറ്റില്ല. ഇൻകം ടാക്സിൽ ലോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല ഒരു പടി കൂടെ കടന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ റിലേറ്റീവ്സിന് പോലും ഒരു ബെനിഫിറ്റ്സും കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. June 30 എന്നുള്ളൊരു ഡെഡ് ലൈൻ ഉണ്ട്. അത് സ്ട്രിക്റ്റ് ആയിട്ട് മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ഫോളോ ചെയ്യും. അതിനുള്ളിൽ നമ്മളെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കവായ്മിൽ അപ്ലോഡ് ചെയ്യണം. അത് കൊടുക്കണം. അതിന്റെ കൂടെ ഓരോ ശതമാനം ഓരോ മാസത്തിനും വെച്ചിട്ട് എന്ത് ചെയ്യണം, പെനാൽറ്റിയും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ഭീമമായിട്ടുള്ള സംഖ്യയായിരിക്കും വരിക. അപ്പോൾ ഈ ഓഡിറ്റർ ഒപ്പീനിയൻ എഴുതുന്ന സമയത്ത് ഈ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഡിസ്ക്ലെയിമർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് ഞങ്ങൾക്കൊന്നും അതിനകത്തൊന്നും പറയാനില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ഷെയറിങ്ങിൽ നമുക്ക് പെർസെൻറ്റേജ് മാറ്റം വരുത്താം. ഷെയർ ഹോൾഡർ പെർസെൻറ്റേജ് തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമല്ല അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഒരു പെർസെൻറ്റേജും ഈ ആർട്ടിക്കിൾസ് നമുക്ക് ലാസ്റ്റ് ഒരു ക്ലോസ് പറയും പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയാണെന്ന്. ഓക്കെ, അവിടെ നമുക്ക് പറയാം, വിളിച്ച് പറഞ്ഞാൽ മതി. അത് ഒരു ഏതെങ്കിലും വർക്കിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ പെർസെൻറ്റേജ് പിന്നെ മാറ്റം എത്രയാണ് ഇവർ എഗ്രി ചെയ്യുന്നത് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുകൂടാതെ ഈ സാലറി എടുക്കുന്നതിന് പ്രയാസമില്ല കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മുതാദിൽ ലോഡ് ചെയ്യണ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മുതാദിൽ നിന്ന് ചോദ്യം വരും എന്തുകൊണ്ട് സാലറി ലോഡ് ചെയ്തില്ല WPS-ൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാലറി എടുക്കാം. പക്ഷേ ഇവരെന്ത് ചെയ്താൽ മതി, നമ്മുടെ ബുക്കിൽ ഒരു ഷെയർ ഹോൾഡർ സാലറി എന്ന് പറഞ്ഞ് വേറെ കാണിച്ചിട്ട് പിന്നെ ഇൻകം ടാക്സ് കൊടുത്താൽ മതി പ്രോപ്പറായിട്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫേമിന് 4 മില്യൺ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു 5 ലക്ഷം റിയാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 5 ലക്ഷം റിയാൽ കുറച്ചിട്ടുള്ളതാണ് 4 മില്യൺ പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ കാൽക്കുലേഷൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ഈ 5 ലക്ഷം കൂടി ആഡ് ബാക്ക് ചെയ്തിട്ട് 4.5 മില്യൻ്റെ മേലെ ഇൻകം ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവർക്ക് ശമ്പളം എടുക്കാം, ഇവർക്ക് ഇഷ്ടമുള്ള ശമ്പളം എടുക്കാം, നോ ഇഷ്യൂ. പക്ഷെ ആ ടാക്സ് കൊടുക്കണം എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കെ, ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. ഫൈൻ. അത് ഈ റിലേറ്റീവ്സിന്റെ കേസിലും അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പെനാൽറ്റി ഒഴിവാക്കണം. നമ്മളായിട്ട് സെൽഫ് ഡിക്ലെയർ ആണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അവരെന്തായാലും ഒരു ഓഡിറ്റ് വരുമ്പോൾ പിടിക്കുകയും ചെയ്യും. പിടിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കണം, അതിൻ്റെ കൂടെ പെനാൽറ്റിയും കൂടെ കൊടുക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ഈ 1% പെനാൽറ്റി 1% പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രോഫിറ്റ് ഷെയറിങ്ങിൽ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഡൻറ്റും അവർക്ക് ഈ ഷെയർ ഹോൾഡർക്ക് എടുക്കാം. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഡിവിഡൻറ്റ് ഇവർ നാട്ടിലേക്ക് അയക്കാൻ നോക്കുക, അതിലെന്തെങ്കിലും ടാക്സ് ഉണ്ടോ? അതും ഒരുപാട് ആൾക്ക് അറിയാത്തൊരു സംഗതിയാണ്. ഡിവിഡൻറ്റിന് വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഉണ്ട്. 5% ഡിവിഡൻറ്റിൻ്റെ മേലെ വിത്ത് ഹോൾഡിംഗ് ടാക്സ് കൊടുക്കണം. ഈ ഡിവിഡൻഡ് എടുത്തിട്ട് ആ ഡിവിഡൻഡ് ഇവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് എടുത്തു, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അയാൾ ഇവിടെ സ്പെൻഡ് ചെയ്തു, ചെറിയ എമൗണ്ടുകളൊക്കെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയാമല്ലോ. അതല്ലാതെ നിങ്ങൾ ബാങ്കിലൂടെ ഈ ഡിവിഡൻഡ് നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ 5% വിത്ത് ഹോൾഡിംഗ് ടാക്സ് കൊടുക്കണം. അതിന് ഡിലേ വരുത്തിയാലും അതിനും പെനാൽറ്റി വരും. അപ്പോൾ നമ്മൾ തന്നെ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യാണ് വേണ്ടത്, വിത്ത് ഹോൾഡിംഗ് ടാക്സ് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ 5% ആണ് അതിൻ്റെ കണക്ക്. അതെ. അത് നമ്മൾ ഈവൻ നമ്മൾ നാട്ടിൽ നിന്ന് സർവീസ് എടുത്താലും ഈ വിത്ത് ഹോൾഡിംഗ് ടാക്സ് എല്ലാ കമ്പനീസിലും, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ഓണേഴ്സിന്. ഇപ്പോൾ 2 തരത്തിലുള്ള ഓണേഴ്സ് ആണല്ലോ ഇവിടുത്തെ. നമ്മൾ സറണ്ടർ ചെയ്ത കമ്പനീസിൽ ഷെയർ ഹോൾഡേഴ്സ് വ്യക്തികളായിരിക്കും. മറ്റ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കമ്പനീസിൽ ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്പനി ആയിരിക്കും, അതിൻ്റെ ബ്രാഞ്ചായിട്ട്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ബെനിഫിഷ്യൽ ഓണർ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ദുബായിൽ നിന്ന് ഒരു കമ്പനി കൊണ്ടുവരികയാണെങ്കിൽ ദുബായിൽ കമ്പനിയിലുള്ള ഓണേഴ്സ് ആരാണോ അവരാണ് ഇവിടുത്തെ ബെനിഫിഷ്യൽ ഓണേഴ്സ്. അപ്പോൾ ആ ആളുകൾക്കാണ് ഈ ഡിവിഡൻഡ് പോവുക. അപ്പോൾ ഇവിടുന്ന് ഡിവിഡൻഡ് എന്നാണോ ഇവിടുന്ന് മറ്റു രാജ്യത്തിലേക്ക്, നമ്മുടെ സൗദി അറേബ്യക്ക് പുറത്ത് വിടുന്നതോട് കൂടിയിട്ട് അത് ഡ്യൂ ആവും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഡിവിഡൻഡ് പേ ചെയ്യേണ്ടത്, വിത്ത് ഹോൾഡിംഗ് ടാക്സ് പേ ചെയ്യേണ്ടത് ഓരോ മാസവും വിത്തിൻ 10 days പേ ചെയ്യണം. ഉദാഹരണത്തിന് ഈ മാസം നമ്മൾ ഡിവിഡൻഡ് എടുത്തു എന്ന് വിചാരിക്കുക, ഈ മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് 10 daysനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ വിത്ത് ഹോൾഡിംഗ് ടാക്സ് പേ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയണം. ഇനി ഇതിൽ ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു ഏരിയാസാണ്. ഈ വിത്ത് ഹോൾഡിംഗ് ടാക്സ് തന്നെ വലിയൊരു ഏരിയ ആണ്, ഒരുപാട് അതിനകത്ത് വലിയൊരു മേഖലയാണത്. ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഡിവിഡൻഡ് ഈ വിത്ത് ഹോൾഡിംഗ് ടാക്സിനുള്ള ചാൻസസ് ഉണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പേ ചെയ്യേണ്ടതാണ്. പേ ചെയ്യാതിരിക്കുമ്പോൾ ഒരു ടാക്സ് ഓഡിറ്റ് വരുമ്പോൾ പിടിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ നമ്മളെ ടാക്സും അതിൻ്റെ പെനാൽറ്റി എല്ലാം കൂടെ കൊടുക്കേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ഈ ഇൻഡിവിജ്വൽസിന് കമ്പനി തുറക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ,
അപ്പോൾ ഇത് 3 വർഷം മുമ്പ് ഈ സറണ്ടർ ആയവരാണോ ഇൻഡിവിജ്വലായിട്ട് ഇവിടെ ഉള്ളത്? അതെ അതെ അതെ. ഈ സറണ്ടർ ചെയ്ത ആളുകൾ ഇൻഡിവിജ്വൽ ഓണേഴ്സ് ആണല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ വ്യക്തിപരമായ പേരിലാണ് അവർ ഇക്കാമയാണ് പിന്നെ സിആറിൽ കാണാം ആർട്ടിക്കിൾസിലൊക്കെ. മറ്റ് കമ്പനികളെ പോലെ നാട്ടിലുള്ള കമ്പനി അല്ലെങ്കിൽ വ്യക്തികളാണ് ഇവിടുത്തെ ഓണർ. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ളൊരു കമ്പനി ഇപ്പോൾ പുറത്തൊരു കമ്പനി ആകുമ്പോൾ ആ കമ്പനി അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ദുബായിൽ നിന്നോ ബഹ്റൈനിൽ നിന്നൊക്കെ കമ്പനി കൊണ്ടുവന്ന് ഇവിടെ കമ്പനി തുടങ്ങും. എന്നിട്ട് ആ കമ്പനി മൈൻഡില്ല. അങ്ങനെ ആകുമ്പോൾ ആ കമ്പനി അവിടെ റണ്ണിങ് ആയിരിക്കണം. അതിൻ്റെ ലൈസൻസൊക്കെ റിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ വ്യക്തികളാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു വ്യക്തിക്ക് കമ്പനി തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തപ്പോൾ വ്യക്തികളാണ് തുടങ്ങിയത്. പക്ഷേ സറണ്ടറിങ് ഓപ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ സറണ്ടറിങ് ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കമ്പനികളുടെ ലൈസൻസ് ഇപ്പോൾ നേരത്തെ ഒരാൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ആ കമ്പനി ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് ഇപ്പോൾ പുതിയ ഒരാൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റാം. ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു സാലറീഡ് പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ കമ്പനി വാങ്ങിക്കാം. അയാൾക്ക് അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ലൈസൻസ് വാങ്ങിച്ചിട്ട് അയാളുടെ പേരിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദ മൊമെൻ്റ് അത് സ്റ്റോപ്പായിരിക്കും കേട്ടോ. അത് ഇന്നലെ, അതായത് ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ റമദാന് മുൻപൊക്കെ ചെയ്തിരുന്നു. നമ്മൾ തന്നെ കുറേ കമ്പനീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ റമദാനിന് ശേഷം മീസയിൽ ആ സംഗതി നടക്കുന്നില്ല. അപ്പോൾ അത് ഇന്നലെ നമുക്ക് കിട്ടിയ വിവരം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അത് ഉടനെ ഫിക്സ് ചെയ്യപ്പെടുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ലൈസൻസ് വേറൊരാളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വ്യൂവേഴ്സിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് മെയ് 9 അതെ. അപ്പം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ചിലപ്പം കുറച്ചുകൂടി ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പം ഇന്ന് വരെ ഉള്ള അപ്ഡേറ്റ് ആണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പം നമ്മളത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ റമദാന് മുമ്പ് നമ്മൾ ചെയ്തതാണ്. അത് ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മീസയിൽ നിന്നൊരു പോപ്പ് വിൻഡോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ 27 മില്യൺ ആക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജാണ് വരുന്നത്. അതായത് ഈ തസത്തുർ ചെയ്ത കമ്പനി, സറണ്ടർ ചെയ്ത കമ്പനിയുടെ ലൈസൻസ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ വരുന്ന മെസ്സേജ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 27 മില്യൻ്റെ കണ്ടീഷന് ഈ സറണ്ടർ ചെയ്ത ഇൻഡിവിജ്വൽസിന് ഉണ്ടായിരുന്നില്ല. ഇല്ല. ആ സറണ്ടർ ചെയ്ത കമ്പനീസിന് അത് നല്ലൊരു ചോദ്യം കേട്ടോ. അതായത് സറണ്ടർ ചെയ്ത കമ്പനീസിന് ക്യാപിറ്റൽ അങ്ങനെ നിബന്ധനകളില്ല. ഈവൻ 100,000 ആവാം, 1 മില്യൺ ആവാം, 2 മില്യൺ ആവാം, എത്ര വേണമെങ്കിലും ക്യാപിറ്റൽ ആവാം. അപ്പോൾ അവർക്ക് 27 മില്യൻ്റെ കണ്ടീഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി പുതിയ ആൾക്കാർ അത് മേടിക്കുമ്പം ഈ 27 മില്യൺ കാണിക്കണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ വരുന്ന മെസ്സേജ് അങ്ങനെയാണ്. അപ്പോൾ അത് ടെക്നിക്കൽ വിഷയമാണ്, അത് സോൾവ് ചെയ്യപ്പെടും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഓതൻറ്റിക്കേറ്റ് ആയിട്ടുള്ള റിപ്ലൈ അതാണ്. ഓക്കെ. ഈ GCC എന്നൊക്കെ ഒരുപാട് പേര് ഈ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ്ട് GCC സിറ്റിസൺസിനൊക്കെ ഉപയോഗപ്പെടുത്തിയാണ്ട് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് എത്രത്തോളം സേഫാണ്? അതിലെന്തെങ്കിലും GCC സിറ്റിസൺസിന് കമ്പനി ഫോം ചെയ്യാം. GCC സിറ്റിസൺസ് കമ്പനി ഫോം ചെയ്യാം. അവർക്ക് സക്കാത്തിൻ്റെ എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ, അതായത് 2% സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയാവും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇൻകം ടാക്സിന്റെ ക്രൈറ്റീരിയയിൽ വരാതിരിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കത് ഒരു വലിയ ടോപ്പിക്കാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ പറ്റും. അതായത് അതിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയാണോ അതോ GCCയിലുള്ളൊരു കമ്പനിയാണോ? GCCയിലുള്ള ഒരു GCC സിറ്റിസൻ്റെ ഉടമസ്ഥതയിലുള്ള 100% ഉടമസ്ഥതയിലുള്ള കമ്പനി ആണെങ്കിലേ ഇതിൽ വരുന്നുള്ളൂ, ഈ സക്കാത്തിൻ്റെ ഇതിൽ വരുന്നുള്ളൂ. GCCയിലുള്ള മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഫോറിൻ പാർട്ട്ണറുള്ള കമ്പനി, ഉദാഹരണത്തിന് ദുബായിലുള്ള ഒരു UAE സിറ്റിസനും ഒരു ഇന്ത്യൻ സിറ്റിസനും കൂടെയുള്ള കമ്പനി ആണെങ്കിൽ നാച്ചുറലി അത് നേരെ മീസ കമ്പനിൻ്റെ പരിധി വരുന്ന കാര്യമാണ്. നേരെ മറിച്ച് ദുബായിലുള്ള ഒരു 100% UAE സിറ്റിസൺ ഓൺ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അതിന് ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. സക്കാത്തിൻ്റെ എലിജിബിലിറ്റി കിട്ടാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ സക്കാത്തിൻ്റെ എലിജിബിലിറ്റി കിട്ടും. അതേപോലെ തന്നെ വ്യക്തിയാണെങ്കിലും കിട്ടും. അതായത് പിന്നെ ഉദാഹരണത്തിന് അയാൾ 183 ഡേയ്സ് ഇവിടെ സൗദിയിലുണ്ടാവണം. അതിന് ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓൺഡ് അപ്പാർട്ട്മെൻറ്റോ ഇവിടെ ഉണ്ടാവണം. ഇനി അതില്ലെങ്കിൽ ഉള്ള കണ്ടീഷൻ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ സക്കാത്തിൻ്റെ ക്രൈറ്റീരിയയിലേക്ക് വരും 2.5% എന്നല്ല, അത് നല്ലൊരു ഓപ്ഷൻ കൂടെ ആണ് താനും. ഓക്കെ. അപ്പോൾ ഇതിൽ GCCയിലില്ല നമ്മളെ പോലത്തെ എക്സ്പാട്രിയേറ്റ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്രൊവിഷൻ? അത് തീർച്ചയായിട്ടും സെയിം മീസ കമ്പനി തന്നെയാണ്. ഓക്കെ. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. മിസൈൽ ഇപ്പോൾ തുടങ്ങുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ആ പ്രൊസീജിയേഴ്സ് തന്നെ വെച്ചിട്ട് പോകണം.
അതിപ്പോൾ നമ്മളിപ്പോൾ പ്രീമിയം മുക്കാമയാണെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രീമിയം മുക്കാമ എടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് പോയിട്ട് ഒരു ബക്കാല തുടങ്ങാം, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ. അങ്ങനെയല്ല കേട്ടോ. പ്രീമിയം മുക്കാമ ഓൺലി ഒരു ആക്സസ് പോയിന്റ് മാത്രമാണ്. അതായത് പ്രീമിയം മുക്കാമ ഉള്ള ഒരാൾക്ക് പുറത്തുനിന്നുള്ള, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു വ്യക്തിക്ക് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പ്രീമിയം മുക്കാമുള്ള ഒരാൾക്ക് പുറത്തുനിന്നുള്ളൊരു കമ്പനിയുടെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മീസയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചാവി അല്ലെങ്കിൽ കീ ആണെന്ന് മാത്രമേ ഉള്ളത് കൊണ്ടുള്ളൂ. പക്ഷേ ബാക്കി കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യണം, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അതുപോലെ മീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രീമിയം മുക്കാമുള്ള ഒരാൾ നാളെ പോയിട്ടൊരു ട്രേഡിംഗ് കമ്പനി ഫോം ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ 27 മില്യനും 30 മില്യനൊക്കെ ബാധകമാവും. 300 മില്യണും വേണം എല്ലാം ബാധകമാവും. പക്ഷെ അതേ നേരെ മറിച്ച് സറണ്ടർ ചെയ്തിട്ടുള്ള തസത്തർ ചെയ്ത കമ്പനി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. തസത്തർ ചെയ്ത കമ്പനിക്ക് അങ്ങനെ ക്യാപിറ്റൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ആ കമ്പനി മാറ്റാവുന്നതാണ്. അത് മാറ്റാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല ഓപ്ഷൻ കൂടിയാണത്. പക്ഷേ ഒരു ക്ലാരിറ്റിക്ക്, ഈ തസത്തൂർ ചെയ്ത കമ്പനികൾ ഇൻഡിവിജ്വലിന് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഇൻഡിവിജ്വൽ പ്രീമിയർ ഹോൾഡർ അല്ല എന്നുണ്ടെങ്കിലും നോർമൽ ഇക്കാമ ഹോൾഡർ ആവാം. അപ്പോൾ ഈ പ്രീമിയം ഇക്കാമ എങ്ങനെ കിട്ടും? പ്രീമിയം ഇക്കാമ നേരത്തെ ഉണ്ടായിരുന്ന 2 പ്രീമിയം ഇക്കാമ ഉണ്ടായിരുന്നു, 2 ടൈപ്പ്. ഒന്ന് എവറി ഇയർ 100,000 പേ ചെയ്തുകൊണ്ട് ലൈഫ് ലോങ് എവറി ഇയർ അടച്ചുകൊണ്ട് പോകുന്നതും, മറ്റൊന്ന് പെർമനൻ്റ് ആയിട്ട് 800,000 റിയാൽ കൊടുത്തിട്ട് എടുക്കുന്നതും. 2 ടൈപ്പാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ കഴിഞ്ഞ വർഷം കുറേ അധികം വേറെ കുറേ ടൈപ്പ് പ്രീമിയം ഇക്കാമ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഒന്ന് നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സ് റെസിഡൻസി ഉണ്ട്, എൻ്റർപ്രണർ റെസിഡൻസി ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ചെറിയൊരു ടൈം കൊണ്ട് പറയാൻ പറ്റുന്നില്ല, ഞാൻ കാറ്റഗറി മാത്രം പറഞ്ഞു പോവാണ്. പിന്നെ അതുപോലെ തന്നെ വില്ല റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രീമിയം ഇക്കാമ എടുക്കാം. ഉദാഹരണത്തിന് 4 മില്യൺ റിയാൽ കൊടുത്തിട്ട് ഒരു വില്ല അപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് പ്രീമിയം ഇക്കാമ കിട്ടും. പക്ഷെ ആ വില വിൽക്കാൻ പറ്റില്ല. വിൽക്കുകയാണെങ്കിൽ ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമുക്കത് വേറെ വാങ്ങിക്കാൻ പറ്റണം. 3 മന്ത്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റീഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇക്കാമ ക്യാൻസലാവും. പിന്നെ ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സ് റെസിഡൻസിയാണ്. അതായത് പിന്നെ ഇവിടെയുള്ള ഈ മിസ കമ്പനികളൊക്കെ ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പേരിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തസത്തുർ ചെയ്ത ആൾ അല്ലെങ്കിൽ ഫോറിൻ പാർട്ട്ണർ കമ്പനി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിൽ 7 മില്യൺ റിയാൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ 7 മില്യൺ റിയാലെങ്കിലും ക്യാപിറ്റൽ കാണിക്കണം CR. കമ്പനീൻ്റെ പേരിലുണ്ടായിട്ട് കാര്യമില്ല. ആ കമ്പനി തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് 3 പാർട്ട്നേഴ്സ് ഉണ്ട് വിചാരിക്കുക. 3 പാർട്ട്നേഴ്സിൻ്റെ പേരിലും 7 മില്യൺ ഉണ്ടാവണം. ഇനി അതല്ല 3 പാർട്ട്നേഴ്സുള്ള കമ്പനിയിൽ ഒരാൾക്ക് 7 മില്യൺ ക്യാപിറ്റലും മറ്റ് 2 പേർക്കും 2-3 മില്യൺ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ 7 മില്യൺ ക്യാപിറ്റൽ ഉള്ളത് അയാൾക്ക് പ്രീമിയം എലിജിബിലിറ്റി കിട്ടും. പക്ഷെ അതിനും കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ പ്രീമിയം ഇൻകം എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ അതിൽ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കണ്ടീഷൻസ്. അവർ വിത്തിൻ 2 years അവർ ചെക്ക് ചെയ്യും ഈ 7 മില്യൺ ബിസിനസ്സിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ക്യാൻസൽ ചെയ്തേക്കാം. ഇനിയിപ്പോൾ അതിന് പെനാൽറ്റി ഉണ്ടാവും എന്നുള്ള അറിയില്ല. കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു ക്ലോസ് ആണത്. 7 മില്യൺ അവിടെ ബിസിനസ്സിൽ ഉണ്ടാവും കൂടെ വേണം. ഇപ്പോൾ പലർക്കും പ്രീമിയം ഇക്കാമ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഈ ബിസിനസ്സിൽ ശരിക്കും 1 മില്യൺ പോലും ഇല്ലാത്ത ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ നോട്ട് വെരിഫൈയിങ് ഇറ്റ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെ ഇത് റേസ് ചെയ്തിട്ടില്ല, ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇക്വിറ്റി കമ്പനി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ പക്ഷെ ഇപ്പോൾ നിലവിൽ കുറേ പേർക്ക് പ്രീമിയം ഇൻകം കിട്ടുന്നുണ്ട്. അത് ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ കിട്ടും. കണ്ടീഷൻ മീറ്റ് ചെയ്യാത്തവർക്കും കിട്ടുന്നില്ലേ? അതന്നെ, അതായത് ഇപ്പോൾ CR 7 മില്യൺ ഉണ്ടോ എന്നുള്ളതാണ് പ്രൈം ക്രൈറ്റീരിയ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പിന്നെ ഇത് CR 7 മില്യൺ ആർട്ടിക്കിൾസിൽ ചേഞ്ച് ചെയ്ത് 7 മില്യൺ ക്യാപിറ്റൽ ഉണ്ട്, റണ്ണിങ് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ആവുന്നതാണ്. മിക്കവാറും അവർക്ക് കിട്ടും. പക്ഷെ പിന്നീട് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാവണം. ഈ 2 മില്യൺ റിയാൽ ഉണ്ടാവണം. കൂടാതെ 10 എംപ്ലോയീസിന് മിനിമം എംപ്ലോയ്മെൻറ്റ് കൊടുക്കും വേണം. വെരി ഗുഡ്. അതുപോലെ തന്നെ ഈ ഇൻകം ടാക്സിൻ്റെ മറ്റൊരു ചോദ്യം, ഇൻകം ടാക്സിൻ്റെ ലെവലിന് അനുസരിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് വരുന്നുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം വളരെ വലിയ കമ്പനികൾക്കേ സാധിക്കുള്ളൂ, ചിലപ്പോൾ 5 മില്യനോ 2 മില്യനോ ഒക്കെ അവർക്ക് ടാക്സ് കൊടുക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ടാക്സ് 20% ആയിട്ട് ഇത്ര സംഖ്യ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അഡീഷണൽ കണ്ടീഷൻസ് വരുന്നുണ്ട്? അതായത് ഇപ്പോൾ ഇൻകം ടാക്സ് ഒരു ടാക്സ് പെയറിന് ഇപ്പോൾ കറണ്ട് ഇയറിൽ 2 മില്യൺ പ്ലസ് ടാക്സ് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് നെക്സ്റ്റ് ഇയറിൻ്റെ ടാക്സിൻ്റെ ബില്ലും കൂടെ റിലീസാവും. അഡ്വാൻസ് ടാക്സ് കൊടുക്കണം. ഇപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് April 31 ഡിസംബറിൽ പ്രിപ്പയർ ചെയ്തു. April 30 ഉള്ളിൽ നമ്മൾ ഡെഡ് ലൈൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അന്ന് ഇൻകം ടാക്സ് പിന്നെ 2 മില്യൺ പ്ലസ് ഉണ്ടെങ്കിൽ അവർക്ക് അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ബില്ല് വരും.
ആ അഡ്വാൻസ് ടാക്സ് 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ 25-ൻ്റെ ടാക്സ് ഇപ്പം തന്നെ 25 നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജൂണിലും സെപ്റ്റംബറിലും ഡിസംബറിലായിട്ട് 3 ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യേണ്ടി വരും. യെസ്, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യേണ്ട. പക്ഷേ ഇൻ കേസിന് അവർ നെക്സ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ 2 മില്യൺ വന്നിട്ടില്ല എന്ന് റീക്ലെയിം ചെയ്യാം, റീഫണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ ഗവൺമെൻറ് ഇനീഷ്യലി തന്നെ അത് മേടിച്ച് വെക്കുന്നില്ല, വയ്ക്കും. ഉറപ്പാണ്. ഈ കറണ്ട് ഇയറിലെ ബില്ലിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ബില്ല് ഇഷ്യൂ ആവും. അത് ശരി. അതുപോലെ തന്നെ ഈ ഇപ്പോൾ നമ്മൾ ഒരുപാട് കമ്പനികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ചോദിക്കുകയാണ്, ഈ HR സൈഡിലൊക്കെ കമ്പനികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? HR പിന്നെ വളരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കുവയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുവ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കോൺട്രാക്ട്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഒരാളെ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചില കണ്ടീഷൻസൊക്കെ അതിൽ വെച്ചിട്ടില്ലെങ്കിൽ വലിയൊരു ഭാരിച്ച നഷ്ടം കമ്പനിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ്സ്, എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, പ്രത്യേകിച്ച് മലയാളി എൻ്റർപ്രണേഴ്സിൻ്റെ ഏരിയയിൽ ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു സംഗതിയാണ് എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്. എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് ഇപ്പോൾ നമ്മളെക്കാളേറെ ഈ ബിസിനസ് ഓണേഴ്സിനേക്കാളേറെ എഡ്യൂക്കേറ്റഡ് ആണ് ഈ എംപ്ലോയീസ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് അതെല്ലാം കൊടുത്ത് വ്യക്തമായി കൊടുത്ത് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ പല കമ്പനികളും ചിലപ്പോൾ ഇത് കൊടുക്കുന്നുണ്ടാവില്ല, അതിന് പകരമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യണ്ടാവും, ഗിഫ്റ്റായിട്ടും കമ്മീഷൻസ് ആയിട്ടും ബോണസായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും മാൻഡേറ്ററി അല്ല, ഇത് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥാപനം ഓരോ വർഷം ഒരു എംപ്ലോയിക്ക് ഒരു 10,000 റിയാൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് വിചാരിക്കാം, അത് ഗിഫ്റ്റാണ്. അതേസമയം ആ കമ്പനിയിൽ USB കൊടുക്കുന്നുണ്ടാവില്ല. ഈ എംപ്ലോയി പിരിഞ്ഞു പോകുന്ന സമയത്ത് നേരെ മക്തബലമിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊടുക്കാനായിട്ട് പറയും. എനിക്ക് തോന്നുന്നു കുവയിൽ തന്നെ ചെക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് എത്ര ബെനിഫിറ്റ്സ് വരുന്നൊക്കെ അറിയാൻ പറ്റും. അതാ പറയുന്നത്, അത് വളരെ ഈസിയാണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ വെക്കേഷൻ സാലറി, അതെല്ലാ സംഗതികളും പിന്നെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണ്. അതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നതാണ്, പിന്നെ കംപ്ലൈ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിൽ കമ്പനികൾ ഇതിന് പ്രൊവിഷൻ കീപ്പ് ചെയ്യണമെന്ന് മസ്റ്റ് ഉണ്ടോ? അതെ, ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ കീപ്പ് ചെയ്യണം. കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം മാൻഡേറ്ററി ആണ്, മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ആണ്. എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് പ്രൊവിഷൻസ് കാണിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ജനുവരി 26-ാം തീയതി എക്സാക്ട് ഡേറ്റ് ഓർമ്മയില്ല, എന്തോ വലിയ മാറ്റങ്ങൾ ഇവിടെ മിസ കമ്പനികൾക്ക് വരുന്നുണ്ട്, കുറേ റിലാക്സേഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നല്ലോ. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്? അത് വലിയൊരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് മീസ എല്ലാവരോടും പറഞ്ഞ വലിയൊരു സംഭവം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കര പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു. സത്യത്തിലൊന്നും വന്നിട്ടില്ല കേട്ടോ. സത്യത്തിൽ ആകെ വന്നിട്ടുള്ള ഒരൊറ്റ സംഗതിയേ വന്നിട്ടുള്ളൂ. അത് പിന്നെ കുറേ ആളുകൾ അത് അവരുടെ ബിസിനസ് മോഡിലേക്ക് മാറ്റിയിട്ട് അതിന് കുറേ എക്സ്പോഷർ കൊടുത്തുകൊണ്ടാണ്. ആകെ വന്നിട്ടുള്ളൊരു മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മീസ ഞാൻ പറഞ്ഞ പല തരത്തിലുള്ള ലൈസൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ട്രേഡിംഗ് ലൈസൻസ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചറിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ വേറൊരു ലൈസൻസ് എടുക്കണം. എന്നിട്ട് അതിന് വീണ്ടും ഒരു ഇയർലി ഫീസായിട്ടുള്ള റിന്യൂവൽ ഫീസ് 62,000 കൊടുക്കണമായിരുന്നു. അതേപോലെ ഈച്ച് ലൈസൻസിന് 62,000 റിയാൽ കൊടുക്കണമായിരുന്നു. അതുപോലെ സർവീസ് ലൈസൻസ് എടുക്കാൻ അതിനും കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടി മെർജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതായത് ഒരു ട്രേഡിംഗ് ലൈസൻസ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം, ആ മാനുഫാക്ചറിങ് ലൈസൻസും ആ സർവീസ് ലൈസൻസ് എല്ലാം ട്രേഡിംഗ് ലൈസൻസിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു 62,000 റിയാൽ കൊടുക്കണ്ട എന്നുള്ളത് മാത്രമേ അതിനകത്ത് മാറ്റം വന്നിട്ടുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഒരു സർവീസ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരു ട്രേഡിംഗ് ലൈസൻസിലേക്ക് മാറണം എന്ന് വിചാരിക്കാം. അത് തസത്രി ചെയ്താണെങ്കിലും മറ്റേതാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ട്രേഡിംഗ് ലൈസൻസിലേക്ക് പോകുന്ന സമയത്ത് 27 മില്യൺ റിയാലിൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വരും. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പുറത്തുനിന്ന് കമ്പനി അത് കൂടുതലും അപ്ലൈ ആവുക, പുറത്തുനിന്ന് ഒരു കമ്പനി കൊണ്ടുവന്നിട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഒരു സർവീസ് ലൈസൻസ് ഉള്ള ഒരു കമ്പനി, ആ കമ്പനിക്ക് ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് ലൈസൻസിലേക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു ലൈസൻസ് മതി പറഞ്ഞല്ലോ, അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവർക്ക് ചെയ്യാം. പക്ഷേ ഈ ക്യാപിറ്റലിൻ്റെ നിബന്ധന എന്താവും, 27 മില്യൺ 30 മില്യൺ എന്നുള്ള ആ ക്ലോസിലേക്ക് മാറും. ഇപ്പോൾ ഒരു പക്ഷേ ചെറിയ ക്യാപിറ്റലായിരിക്കും കാണിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ള, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കമ്പനി ലോയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൗദി കമ്പനി ലോയിൽ, മീസ മാത്രമല്ല സൗദി കമ്പനി ലോയിലും കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് അതിൽ പ്രധാനപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു CR ഇനി ഉണ്ടാവുള്ളൂ. പണ്ട് മൾട്ടിപ്പിൾ CR ഉണ്ടായിരുന്നു, ഒരു മെയിൻ CRും കുറേ അധികം ബ്രാഞ്ച് CRകളും. അത് മോസസ ആണെങ്കിലും സൗദി കമ്പനി ആണെങ്കിലും ഫോറിൻ പാർട്ട്ണർ കമ്പനി ആണെങ്കിലൊക്കെ മീസ കമ്പനി ആണെങ്കിലും എല്ലാം അതുണ്ടായിരുന്നു. ഇനി അതുണ്ടാവില്ല, ഇനി ഒരു മെയിൻ CR മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇപ്പോൾ മുൻപ് അത്തരം കമ്പനികൾ മൾട്ടിപ്പിൾ CR ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ പല കമ്പനികൾ എന്ത് ചെയ്യും, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ സ്ഥാപനങ്ങളും വേറെ വേറെ ബ്രാഞ്ച് CR എടുത്ത് മക്തബലമല്ലോ അതുപോലെ തന്നെ വേറെ വേറെ എൻറ്റിറ്റി നമ്പർ കൊടുത്ത്
എംപ്ലോയീസിനൊക്കെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം വിത്തിൻ 5 years 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് മുഴുവൻ മെയിൻ CRലേക്ക് മാറ്റിയിട്ട് ഈ ബ്രാഞ്ച് CR മുഴുവൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ 5 വർഷത്തെ സമയം കൊടുത്തിട്ടുണ്ട്. 5 വർഷത്തെ സമയത്തിനുള്ളിലാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ബ്രാഞ്ച് CRകൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. ബ്രാഞ്ച് CR ഇഷ്യൂ ചെയ്യില്ല, ഒരു CR മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ട്രേഡ് നെയിം രജിസ്ട്രേഷനിൽ കുറേ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കൂടി ഈസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഇംഗ്ലീഷ് നെയിംസ് കിട്ടില്ല, ന്യൂമറിക്സ് കിട്ടില്ല, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ആ സംഗതികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അറബിക് നെയിം തന്നെ ആവണം, അതെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതൊന്നും കൂടി ഇപ്പോൾ ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്, റിലാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ മാറാൻ പറ്റും. അതാണ് പുതിയ സൗദി കമ്പനി, അതാണ് സൗദി കമ്പനി ലോയിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഈ CR ഒരുമിച്ചാക്കുമ്പം നമുക്ക് സൗദിയസേഷനൊക്കെ അപ്പോൾ എല്ലാതും ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഈ സൗദിയസേഷൻ ഓൾറെഡി ഈ നഷാത്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അതിൻ്റെയൊക്കെ എങ്ങനെയാണ് വരാൻ പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിലേ അറിയുള്ളൂ, അതിന് എത്രത്തോളം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല മിനിസ്ട്രീസ്, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആണെങ്കിലും സൗദി ബിസിനസ് സെൻറ്റർ ആണെങ്കിലും മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും ഇപ്പോൾ ഒരു ഡിസ്റ്റർബൻസിലാണ് ഉള്ളപ്പോൾ. കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്തായിരിക്കും ഇപ്പോൾ മക്തബലമല്ല എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വ്യക്തത വരുള്ളൂ. ഇപ്പോൾ സർവത്ര അവ്യക്തതയിലാണ് ഈ സംഗതികളൊക്കെ ഇപ്പോൾ ഉള്ളത് അറ്റ് ദ മൊമെൻറ്റ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു UBO എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർ എന്ന് പറഞ്ഞിട്ട്. അത് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പോൾ CRന് അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഇല്ല. CR എക്സ്പയറി ഡേറ്റ് റിന്യൂവൽസ് എന്നുള്ള സംഗതിയില്ല. റിന്യൂവൽസ് അല്ല, അതിന് പറയുന്ന ഒരു പിന്നെ അപ്ഡേറ്റ്സ് എന്നാണ് പറയാൻ അതിനിപ്പോൾ വരുന്നത്. ആ ടെർമിനോളജി മാറിയിട്ടുണ്ടേ ഉള്ളൂ, സംഗതി അത് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ മീസ ലൈസൻസിൽ ഇപ്പോൾ വന്ന കാതലായിട്ടുള്ള മാറ്റം നമ്മൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അതായത് പിന്നെ UAE പോലെ അല്ലെങ്കിൽ പിന്നെ US പോലെയൊക്കെ ഇൻഡിവിജ്വൽസിന് കമ്പനി ഫോം ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ സംഗതികളാണ് പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിലും എഫക്റ്റീവ്ലി വന്നതൊന്നുമില്ല. ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, ഈ എല്ലാ ലൈസൻസും കൂടി ഒന്നാക്കാന്നുള്ളതല്ലാതെ വേറെ ഒരു മാറ്റവും മീസ ലൈസൻസിൽ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പനിയുടെ കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർ എന്ന് പറഞ്ഞിട്ട് ഒരു UBO എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വന്നിട്ടുണ്ട്. അത് പിന്നെ അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ CR റിന്യൂ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം, നമ്മളിത് അപ്ഡേറ്റ് ചെയ്യണം. അതിൻ്റെ ആരാണ് ഇതിൻ്റെ റിയൽ ബെനിഫിഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ദുബായിൽ നിന്നൊരു കമ്പനി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഓണർ ആയിരിക്കും ആ ദുബായ് കമ്പനി ആയിരിക്കും, ഇതിൻ്റെ അൾട്ടിമേറ്റ് ഓണേഴ്സ് വേറെ ആളുകളായിരിക്കും. അപ്പോൾ അതാരാണ് അൾട്ടിമേറ്റ് ഓണർ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 5 ലക്ഷം വരെയുള്ള പെനാൽറ്റി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് നിയമത്തിൽ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, CR എക്സ്പയർ ആവുന്നതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ്പയറിൻ്റെ മുമ്പായിട്ട് അത് ഇപ്പം തന്നെ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സക്കാത്തിൻ്റെ പുതിയ നിയമങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, പുതിയ ലോസ് എന്തെങ്കിലും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് വെച്ച് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ സക്കാത്തിലൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് പിന്നെ വളരെ നന്നായിട്ട് ഇത് അഡ്വാൻസായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സമയം. ഇപ്പോൾ ഒരു ടെൻഡൻസി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ പാർട്ട്നേഴ്സ് കൂടുതൽ ഷെയർ സൗദിക്ക് കൊടുക്കുക എന്നുള്ളൊരിതുണ്ട്. കാരണം 2.5% കൊടുത്താൽ മതി. അത് സൗദിയുടെ സക്കാത്ത് കാൽക്കുലേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സൗദിയുടെ ക്യാപിറ്റൽ, സൗദിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്, സൗദിയുടെ റിസർവ്സ്, അതായത് സൗദിയുടെ ഇക്വിറ്റി മാത്രം എടുത്തിട്ടായിരുന്നു സക്കാത്തിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇപ്പോൾ ഈ പുതിയ കാൽക്കുലേഷൻ എന്താ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ആ കമ്പനിയുടെ ഇക്വിറ്റി എടുക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനി ഉണ്ട്, ഒരു സൗദി പാർട്ട്ണറും കൂടി ഉണ്ട് വിചാരിക്കുക, രണ്ടുപേരും 50-50 ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 മില്യൺ ഉണ്ട് വിചാരിക്കാം, പക്ഷേ നിങ്ങളെ ഇക്വിറ്റി സൗദിയുടെ ഇക്വിറ്റി ആകെ 2 മില്യണേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ പണ്ട് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയട്ടെ, ഇതിൻ്റെ ഒരു വലിയ എലാബറേറ്റർ കാൽക്കുലേഷനാണ്, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഈ പണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന സൗദിയുടെ ആ ഇക്വിറ്റി 2 മില്യൺ എടുത്തിട്ട് അതിന് ഫിക്സഡ് അസറ്റ്സ് കട്ട് ചെയ്തിട്ടുള്ള സക്കാത്ത് പൂൾ എത്രയാണ് അതിൻ്റെ 2% കൊടുത്താൽ മതി. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഈ ടോട്ടൽ 12 മില്യൺ എടുക്കും, നിങ്ങളുടെ ഇക്വിറ്റിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ 50% എടുക്കും. അപ്പോൾ 12 മില്യൻ്റെ 50% പറയുമ്പോൾ 6 മില്യൺ ആയല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു കാൽക്കുലേഷൻ മോഡാണ് വരും. ഞാൻ പറഞ്ഞത് സിംപ്ലിഫൈ അത് വന്നിട്ടില്ലല്ലോ, വന്നു ഈ ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോസസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വൈസായിട്ട് അഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണിത്. കാരണം മോസസിലൊക്കെ പണ്ട് CRൽ ഒരു 10,000, 20,000, 50,000 ഒക്കെ ക്യാപിറ്റൽ കാണിക്കുക. പണ്ട് നമ്മൾ സക്കാത്തിൻ്റെ കാൽക്കുലേഷന് ഏകദേശം ആ എമൗണ്ട് എടുക്കുകയുള്ളൂ, CRൽ കാണിച്ച എമൗണ്ട് എടുക്കുകയുള്ളൂ.
പക്ഷേ സത്യത്തിൽ ആ ബിസിനസ്സിൽ ഈ സിആറിൽ കാണിച്ച എമൗണ്ട് അല്ല, അദ്ദേഹത്തിന് വേറൊരു 5 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് വേറെ ഉണ്ടാവും, വലിയ ബിസിനസ് ആയിരിക്കും. അപ്പോൾ ഈ മറ്റേത് നമ്മൾ കറണ്ട് അക്കൗണ്ടിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ആ കറണ്ട് അക്കൗണ്ടിൽ അത് ഡ്യൂ ടു റിലേറ്റഡ് പാർട്ടി എന്നൊക്കെ നമ്മൾ അക്കൗണ്ടിങ് ടെർമിനോളജി പറയാം. അപ്പോൾ ആ എമൗണ്ട് മുഴുവൻ ഇപ്പോൾ സക്കാത്ത് കാൽക്കുലേഷന് പരിഗണിക്കും. അപ്പോൾ പണ്ട് നമ്മളിപ്പോൾ 2000-3000 ഒക്കെ സക്കാത്ത് കൊടുത്ത സ്ഥലത്ത് ഈ പ്രാവശ്യം വരുന്ന 1 ലക്ഷം 1 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് സക്കാത്ത് വരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സക്കാത്തിലെ കാൽക്കുലേഷനിൽ വന്നിട്ടുള്ള മാറ്റം. ഇവിടെ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നു അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുക, നമ്മൾ കംപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അതേ ഈ വിഷയം ഒരുപാട് ഡെപ്തുള്ള വിഷയമാണ്. നമുക്ക് ഇങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്കൊരു സെമിനാറൊക്കെ നടത്തിക്കൂടെ ഇതിനെക്കുറിച്ച്? എന്നാൽ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ആവുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് പിന്നെ ഒരിക്കൽ ഫണ്ട് ഫോക്കസ് തന്നെ ഇനീഷ്യേറ്റ് എടുത്ത് നമ്മൾ ചെയ്തിരുന്നു. അതിന് ഒരുപാട് ആളുകൾക്ക് ഉപകാരമായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നല്ലോ. നമ്മൾ ഏകദേശം 200 ആളൊക്കെ പങ്കെടുത്തിട്ടുള്ള നമുക്ക് അതുപോലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ നമുക്കത് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഐ എം വെരി ഹാപ്പി ടു അസോസിയേറ്റ്. തീർച്ചയായിട്ടും നമുക്കത് പരിഗണിക്കാവുന്നതാണ്. കാരണം നമ്മളെ സമൂഹത്തിൽ ഇത് അറിയപ്പെടേണ്ട ഒരുപാട് സംഗതികളുണ്ട്. നമ്മളിപ്പോൾ അത് വളരെയധികം ക്രീമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വളരെ ഡീപ്പായിട്ട് ഒരുപാട് സംഗതികൾ ടച്ച് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഗോസി ഉണ്ട്, എംപ്ലോയീസിൻ്റെ സാലറീൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഇമ്പോർട്ട് ഷിപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് സംഗതികൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ഒരു സെഷൻ നടത്താം. ഏതായാലും ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക്, സറാഹ പോഡ്കാസ്റ്റിലേക്ക് വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല ക്ലയൻസും ഈ ബിസിനസ് ഒരുപാട് ഉന്നതിയിലേക്ക് ഉയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.